എഴുത്തും വ്യാകരണവും ആദ്യം ഉണ്ടായതല്ല. സൗത്ത് ഇന്ത്യാവിലുള്ളവർ എല്ലാവരും കൂടി ചേരത്തമിഴ്, ചോളത്തമിഴ്, ഇനി പണ്ഡിതർ എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് എഴുത്ത്. എഴുത്തെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. കൽപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാം അറിയുന്ന മനുഷ്യരാണ്. പക്ഷെ നമ്മളെയും ഒത്തിരി മൃഗങ്ങളെയും പിടിച്ച് ഒരു വനത്തിലിടണം. ഇട്ടാൽ ആ മൃഗങ്ങൾ നല്ലതുപോലെ ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കും. പക്ഷെ നമ്മൾ ഏതാ നമ്മൾ തിന്നേണ്ടത്, ഏത് നമ്മൾ തിന്നാൻ പാടില്ലാത്തത്, എങ്ങനെ ജീവിക്കണം മനുഷ്യർ മാത്രം അറിയത്തില്ല. പക്ഷേ നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ളതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വനത്തിൽ പോയാൽ നമ്മൾ എന്ത് കഴിക്കും എന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം അറിയണം എന്ന് വെച്ച് ഓരോ വർഷവും വനത്തിൽ കൊണ്ടിടും. ഒരു കോടാരി എടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്ത്, ചെറിയ കോടാരി കൊടുത്ത്, ഈ നമ്മുടെ പരശുരാമരല്ലേ കോടാരി കൊണ്ട് തരുന്നത്, ഇത് പരസ് കൊണ്ട് തരുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് അവരെ പഠിപ്പിക്കും. ഇത് തിന്നേണ്ടത്, ഇതിങ്ങനെ ലോകത്തുള്ള എല്ലാ വൃക്ഷങ്ങളുടെ പേരും പറയും. എല്ലാം പറഞ്ഞു കൊടുത്ത് ഏത് സീസണിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, ഇത് വാദം, പിത്തം, കഫം, നമുക്ക് എപ്പോൾ പിത്തത്തിനുള്ളത് എപ്പോൾ തിന്നണം, കഫത്തിനുള്ളത് എപ്പം തിന്നണം, അതുപോലെ വാദത്തിനുള്ളത് എപ്പോൾ തിന്നണം, ഏത് കൂട്ടി കുറയ്ക്കണം, ഇങ്ങനെ പോലത്തെ എല്ലാം ഉണ്ടായി. ഇപ്പോൾ ലോകത്തിലിരിക്കുന്നത് എല്ലാം 6 പിരിച്ച് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കണം. നമ്മൾ തിന്നണം, ഇത് തിന്നരുത്. ഇപ്പോൾ നമ്മൾ വനത്തിൽ പോവുകയാണെങ്കിൽ മതിമയക്കുന്നുണ്ട്. മതിമയക്കി നമ്മൾ വനത്തിനുള്ളിൽ പോവുകയാണ്, അത് എന്തെങ്കിലും ഗ്യാസ് ചീറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മതിമയങ്ങും. നമ്മൾ എന്തിനു വന്നു എന്ന് നമ്മൾ അറിയത്തില്ല. ചിലത് നിലം പതിഞ്ഞെന്ന് പറയും. നിലം പതിഞ്ഞാൽ മനുഷ്യരുടെ ബ്ലഡിൻ്റെ മണം കാണുമ്പം അത് നിലത്ത് പതുങ്ങും. നമ്മൾ അറിയത്തില്ല, എവിടെയാണ് കാണത്തില്ല. ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് വനത്തിൽ. ഇതുപോലെ ഉള്ളതെല്ലാം അവർ പഠിച്ചു കൊടുക്കും, അവരെ പഠിപ്പിക്കും. ഇങ്ങനെയുള്ള എല്ലാം പഠിപ്പിച്ച് കൊടുത്ത് ഉണ്ടാക്കി അടുത്തത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അടുത്ത് അവസാനം ഉണ്ടാക്കിയതാണ് ജ്യോതിഷം. അപ്പോൾ ജ്യോതികൾ എന്ന് വെച്ചാൽ ലോകത്തിരിക്കുന്ന എല്ലാ ജ്യോതികളെയും മൊത്തം ഇരിക്കുന്നത്, ഇത് ബൈബിളിനകത്ത് ഇതൊക്കെ ഇരിക്കുന്നത്. ഒരു ദേവാലയം പഴയം പറഞ്ഞിട്ട് ഒരു കൂടാരം ചെയ്യാൻ പറയും. കൂടാരം ഇതിനകത്ത് മോളിലിടുന്ന ഒരു തുണി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ 28 മുഴ നീളം, 10 മുഴ അകലം, 10 എണ്ണം ചെയ്യണം. 24 മുഴ അകലം, 28 മുഴ നീളം, 10 എണ്ണം ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് ഈ വാനത്തിലിരിക്കുന്ന എല്ലാ നാളുകളെയും 10 ഡിപ്പാർട്ട്മെൻറ്റാണ് പിരിച്ചിരിക്കുന്നത്, 10 വെറൈറ്റി ആയിട്ട്. 10 എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുന്നതുണ്ട്, അണയുന്നതുണ്ട്, ഇങ്ങനെ അത് തണുപ്പിക്കുന്നതുണ്ട്. ഇങ്ങനെയുള്ളത് 10 ആക്കി അത് 28 എണ്ണം, 27, അതായത് 27 ആളെന്ന് പറയും. 28 ഉണ്ട് അഭിച്ചിട്ട് ഒന്നിനെ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് 27 അവർ മാറ്റിയിട്ട് ഇതെല്ലാം മനുഷ്യരുടെ ഭരണത്തിന് വേണ്ടി എങ്ങനെ അത് ഭരിക്കുന്നതെന്ന് എല്ലാം പിരിച്ച് അത് കാലം കൊടുത്ത്, സൂര്യന് 6 വർഷം, ചന്ദ്രന് 10 വർഷം, ഇങ്ങനെ ഒരു കാലങ്ങളും കൊടുത്ത് എല്ലാം കൊടുത്ത് ലോകം മുഴുവനുമുള്ള മൊത്ത ലോകവും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അടക്കി ഇപ്പോൾ ഈ രാജ്യം, ഈ വെളിച്ചമാണ് ഇതിനോട്. ഇപ്പോൾ സൂര്യനാണ് ഈ രാജ്യം, ചന്ദ്രൻ്റെയാണ് ഈ രാജ്യം, ചൊവ്വയുടെയാണ് ഈ രാജ്യം, ബുധൻ്റെയാണ് ഈ രാജ്യം. അങ്ങനെ എല്ലാം പിരിച്ചു കൊടുത്തു. എല്ലാത്തിനും പിരിച്ച് കൊടുത്ത് ഇതെല്ലാം കണ്ടുപിടിച്ച് അവർ ചിട്ടപ്പെടുത്തി. എങ്ങനെ ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഈ പലകയിൽ ഏറണം. അപ്പോൾ ഈ പലകയിൽ കയറി ഊർജിതപ്പെടുത്തിയാൽ അത് ഊർജിതമാവും. ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇന്ത്യാവിൽ എവിടെ പോയാലും ഈ സിസ്റ്റമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ ഇത് എന്തിന് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ ഇന്ത്യയിൽ എല്ലാം ഈ സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ തമിഴ്നാട് ബേസ് ചെയ്താണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന് മാത്രമുള്ള ഒരു ചൊവ്വാഘോഷം ഉണ്ടല്ലോ, അത് തമിഴ്നാട്ടിൽ അതിനെപ്പറ്റി പറയുന്നേ ഇല്ല. അപ്പൊ എങ്ങനെ ഈ സിസ്റ്റം എല്ലാത്തിന്റെയും ബേസ് ആവുന്നത്? ഇപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ ഇത് ഉണ്ടാക്കിയെന്ന് വെച്ച്. അപ്പോൾ തമിഴ്നാട് മൊത്തം കേരള, തമിഴ്നാട്, കർണാടക, തെലുങ്ക്, ആന്ധ്ര, ഗോവ, ഇത് എല്ലാം ഒരേ ഇതായിരുന്നു. എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ്. അപ്പം അത് പിരിഞ്ഞിട്ടില്ല. അന്നെല്ലാം അപ്പോൾ എല്ലാം ഒറ്റത്. അപ്പോൾ ഇപ്പോൾ ചേരനാടെന്ന് പറയും. ചേരനാടെന്ന് പറയുന്നത് വെച്ചാൽ കേരളമാണ്. അതിന് സെൻറ്ററിൽ വരുമ്പം അത് പാണ്ഡ്യ നാടാവും. അത് കഴിഞ്ഞിട്ട് പോകുമ്പം അത് ചോള നാടാകും. അത് കഴിഞ്ഞ് പല്ലവ നാട്, ഇങ്ങനെ ഓരോ നാടിൽ പ്ലേസ് ചെയ്ത് അങ്ങനെ വന്നു. പക്ഷെ എല്ലാം അന്നേരം ഇതൊക്കെ ഒന്നായിരുന്നു, എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ്. ഇപ്പം തമിഴിലുള്ള പാട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഒത്തിരി ഇരിക്കുന്നത് ചേരത്തമിഴാണ്. ചേരനാട് ഇപ്പോൾ ഒത്തിരി പാട്ട് ചേരനാട്ടിൻ്റെ അതിൻ്റെ ചുവയുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുക്കുറളിൽ എടുത്താൽ പകുതിൻ്റെ കൂടുതൽ ഈ മലയാളത്തിൻ്റെ ഇതുണ്ടാവും, ഇതിൻ്റെ അതിനകത്തുണ്ടാവും. അതുകൊണ്ട് അവർ ഇവിടെ കേരളത്തിലുള്ളവരാ ഇങ്ങനെയൊക്കെ പറയും. അവിടെ നിന്ന് ഇവിടെ പറയുന്നത് കേരളത്തിലുള്ളവരാണെന്ന്. അപ്പോൾ അന്നേരം ഇതെല്ലാം കൂടി ഒന്നായിരുന്നു. കർണാടക കരിന്തമിഴ് എന്ന് പറയും, ഇവിടെ മലന്തമിഴ് എന്ന് പറയും.
അപ്പോൾ എല്ലാ തമിഴിൽ വ്യത്യാസപ്പെടുത്തി. പിന്നീട് ഇതിനൊക്കെ അക്ഷരം ഉണ്ടായിട്ട് പഠനങ്ങൾ മാറി. അപ്പോൾ അതൊക്കെ മാറി. തമിഴിൽ നിന്നാണല്ലോ ബാക്കി ലാംഗ്വേജസ് ഒക്കെ വന്നത്. ഇല്ല, എല്ലാം മൊത്തം ലാംഗ്വേജസ് ആണ്. പക്ഷേ നമ്മൾ മാതൃഭാഷ എന്ന് പറയുന്നത് അതിന് ഇതില്ല, വ്യാകരണമില്ല. നമ്മളൊന്ന് പഠിക്കുകയാണ്, നമ്മൾ സ്കൂളിൽ ചെന്ന് ആദ്യം ഒന്നൊന്ന് പഠിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? ഇല്ല. പക്ഷേ എഴുത്ത് ആദ്യം ഉണ്ടായതല്ല, എഴുത്തും വ്യാകരണവും ആദ്യം ഉണ്ടായതല്ല. പക്ഷേ എഴുത്ത് ഉണ്ടായതെന്ന് വെച്ചാൽ ആദ്യം ഈ എല്ലാവരും കൂടി തെന്നിന്ത്യ, സൗത്ത് ഇന്ത്യയിലുള്ളവർ എല്ലാവരും കൂടി ചേരത്തമിഴ്, ചോളത്തമിഴ്, പണ്ഡിതമിഴ് എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് എഴുത്ത്. എഴുത്തെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. കാരണം ഇപ്പോൾ ഉയിരെഴുത്തെന്ന് പറയും തമിഴ്. ഉയിരെഴുത്ത് മെയ്യെഴുത്തെന്ന് പറയും. ഉയിരെഴുത്തും മരണ എഴുത്ത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉയിരെഴുത്തെന്ന് വെച്ചാൽ ചങ്ക് പിടിക്കാതെ ആ ഈ ഊ ഇങ്ങനെ പറയുന്നതും ശംഖിനെ പിടിക്കത്തില്ല. ശംഖിനെ പിടിക്കാതെ വരുന്നത് എല്ലാം ഉയിരെഴുത്തെന്ന് പറയും. ശംഖിനെ പിടിച്ച് വരും ഇങ്ങ് വരുന്നതെല്ലാം മരണ എഴുത്തെന്ന് പറയും. ഇത് എന്നിട്ട് ആയുധ എഴുത്തെന്ന് പറയും. 3 കുത്ത് വെച്ചിരിക്കുന്നത്, 3 കുത്ത് വെച്ച് അക്കെന്ന് പറയും. അത് ഇവിടെ ഒരു പുള്ളി, മൂക്കിനെ പിടിച്ച ഒരു പുള്ളി, വായെ പിടിച്ച ഒരു പുള്ളി, ശംഖിനെ പിടിച്ച ഒരു പുള്ളി, 3 പുള്ളി വെച്ചാൽ അവർ ചത്തുപോകും. അതുകൊണ്ട് അത് ആയുധ എഴുത്ത്. ഇങ്ങനെ ആയുധം കൊണ്ട് പിടിച്ചാൽ നമ്മളെ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, കൈ കൊണ്ട് പിടിക്കണം. കൈ കൊണ്ട് വായ് കൊണ്ട് പിടിച്ചാൽ അത് ആയുധം പോലുള്ളത് കൊണ്ട് അത് ആയുധ എഴുത്തെന്ന് പറയും. ഇപ്പോൾ ഇത് എഴുത്ത് ഉണ്ടാക്കുന്നതിനും ഒരു ഇതുണ്ട്. പക്ഷേ ആദ്യം ഇത് ഉണ്ടാക്കി, പിന്നെ അതിൽ വർഗം ഉണ്ടാക്കി അവിടെ വെച്ച് അതിന് അതിൽ കഴിഞ്ഞൊന്നും എടുക്കാൻ പറ്റത്തില്ല. ആ മുതൽ ഇതൊന്നും എടുത്ത് ഇപ്പോൾ ഇത് ഉയിരെഴുത്ത്, മെയ്യെഴുത്ത്, ആയുധ എഴുത്ത്, അതുപോലെ ഉയിർ മെയ്യെഴുത്ത്. ഉയിരും മെയ്യും ചേർന്ന് ഉയിർ മെയ്യെഴുത്ത് എന്ന് പറയും. ഇതുപോലെ അവിടെ ഇത് ഉണ്ടാക്കി ഇതെല്ലാം ചിട്ടപ്പെടുത്തിയവർ, എല്ലാം ചിട്ടപ്പെടുത്തിയതാണ് പ്രധാനം. ചിട്ടപ്പെടുത്തിയിട്ട് അവിടെ ഒരു സംഘമുണ്ട്. ഈ രണ്ട് സംഘമാണ്. ഞാൻ പറഞ്ഞല്ലേ, അകത്തിയ സംഘം, പലകയർന്ന സംഘം. പലകയർന്നതെല്ലാം സ്പിരിച്വൽ പറയും. മറ്റവരെല്ലാം ഈ ലോകത്തിലുള്ള എല്ലാം പറയും. ലോകത്തിലുള്ള അകത്തിയർ എന്ന് വെച്ചാൽ അറിവ് പറയുന്നത്, മനുഷ്യർക്ക് ജീവിക്കാനുള്ള മാർഗം പറയും. ലോകത്തുള്ളതെല്ലാം പറയും. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതെല്ലാം തിരുക്കുറളിലുണ്ട്. അവർക്ക് ഇത് മോക്ഷം എഴുതാൻ പാടില്ല. മോക്ഷം എഴുതണമെങ്കിൽ മറ്റവർ എഴുതണം. അപ്പൊ രണ്ടുപേരെയും പിരിച്ച് ഇവരെല്ലാം ചേർന്നുകൂടി ഉണ്ടാക്കി കെട്ടിവെച്ചതാണ് ഈ ജ്യോതിഷം. അപ്പൊ ജ്യോതിഷം മനുഷ്യനെ എങ്ങനെ ഇതാക്കും? തിരുവാതിര വരുമ്പം ഈ ലോകത്തിലിരിക്കുന്ന കമ്പ്യൂട്ടർ, കറണ്ട്, റെയിൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നത് എല്ലാ മനുഷ്യരും എല്ലാം അറിയുന്ന കാലമാണ് ഇത്. ഇന്റർനെറ്റ് വിപ്ലവം. എല്ലാം അറിയും. ആരും തടസ്സം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാം അറിയുന്നതാണ് തിരുവാതിര. ഈ തിരുവാതിരയിൽ ഇനി ഒരു 40 വർഷത്തോളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് മാറും. ഇത് ഇപ്പൊ എല്ലാവർക്കും ആയി കഴിഞ്ഞിട്ട് അടുത്തത് എല്ലാവർക്കും ID, താലൂക്ക് ഓഫീസിന്റെ ഓരോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അടി കയ്യിലോ നെറ്റിയിലോ മുദ്രയൊക്കെ പറയുന്നു. ഇതുപോലെ എല്ലാവർക്കും ഒരു ID ഉണ്ടാകും. ID ഉണ്ടായാലേ ഇങ്ങോട്ടും അങ്ങോട്ടും പോകാൻ പറ്റും, അകത്തോട്ട് വരാൻ പറ്റും. എല്ലായിടത്തും ഈ ID ഇരിക്കണം. ID ഇല്ലെങ്കിൽ എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഈ ലോകം മുഴുവനും വരും. എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഈ 40 വർഷം കഴിഞ്ഞാൽ ലോകത്ത് നമ്മൾ എങ്ങോട്ട് സഞ്ചരിക്കണമെങ്കിലും ഒരു ID വേണ്ടി വരും. അതിൻ്റെ ഇത് 100 വർഷം വരും. 100 വർഷത്തിൻ്റെ ഉള്ളിൽ അതെല്ലാം ഈ ലോകം മുഴുവനും നടമുറയ്ക്ക് വരും. നടമുറന്ന് വെച്ചാൽ ഇതാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ, ഓരോരുത്തർക്കുള്ള വിദ്യാഭ്യാസം എന്താ അതിൽ വരും. വിദ്യാഭ്യാസം, അവരുടെ സമ്പത്തുകൾ എന്തൊക്കെ ഉണ്ടോ അവരെന്തൊക്കെ ചെയ്തെന്ന് ഇങ്ങനെ വരിശയായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ വരും, മാറി വരത്തേ ഇല്ല. ഇങ്ങനെ പോയിക്കൊണ്ട് അവസാനം പോകുമ്പം ഈ നമ്മളല്ല വൈശാഖത്തിൽ വരുമ്പം ഈ ലോകം അവസാനമാകും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. എല്ലാം നമ്മൾ അറിഞ്ഞു. അത് ഏത് നൂറ്റാണ്ടിലായിരിക്കും? അത് ഇനി ഒരു 4 100 പിന്നെ കണക്ക് വയ്ക്കണം. ഇപ്പോൾ തിരുവാതിര, അതൊക്കെ അടുത്തത് മാറുതാം, പൂയം, ആയില്യം, മഹം, പൂരം, ഉത്തരത്തിൽ വരുമ്പം ഈ ലോകത്തിൽ ജീവിക്കാൻ കൊള്ളുന്ന രീതിയിൽ വരത്തില്ല. അത്രയും വരും. എന്തുമാത്രം ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്നാൽ അതിലല്ലേ എവിടെ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടുന്ന് അവിടെ പോകണമെങ്കിൽ എന്തിനു ആ സിറ്റുവേഷൻ വരും. ഉത്തരവാകുമ്പോൾ അത്രയും വരും. അത് കഴിഞ്ഞിട്ട് എല്ലാം സൂക്കേട് പിടിക്കും. എങ്ങോട്ടും പോയി എല്ലാം ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, തടയിരിക്കും. ഇങ്ങനെ ഒരിടത്തും പോകാൻ പറ്റത്തില്ല. എല്ലാം ആർക്കും ജോലി ചെയ്തതിൽ എല്ലാവർക്കും റോബോട്ട് വരും.
എല്ലാ റോബോട്ടൊക്കെ വന്ന് എല്ലാത്തിനും ചെയ്യും. മനുഷ്യനെ എല്ലാ അസുഖം പിടിക്കും. അസുഖം പിടിച്ച് എല്ലാം അവർ ചെയ്യും. മനുഷ്യർക്ക് ഒന്നും ചെയ്യാനോ പഠിക്കാനോ ഒന്നും വേണ്ട. അത് ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. അത് മാത്രമേ വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ പോകുമ്പോൾ എല്ലാം അത് ചെന്നിട്ട് അസ്തം വരും എല്ലാം സൂക്കേടാവും. ലോകം മുഴുവനും മരുന്നിൻ്റെ ഇതാവും. മനുഷ്യന് ഇപ്പോൾ റോബോട്ടിന് ചാർജ് ചെയ്യും, പിന്നെ മനുഷ്യന് ചാർജ് ചെയ്യേണ്ടതിന് മരുന്ന് കഴിക്കാം. ഇപ്പം തന്നെ ഷുഗർ പ്രഷർ ഇതൊക്കെ ഒന്നായി. അപ്പോൾ അത് പോകുമ്പം മൊത്തം എല്ലാം മരുന്നിൻ്റെ ലോകമാവും. അത് കഴിഞ്ഞിട്ട് ചിത്ര വരുമ്പം ഈ ലോകത്തിലിരിക്കുന്ന എല്ലാ ചിപ്പും വെച്ചാൽ ഈ ജോയിന്റ് എന്ന് വെച്ചാൽ ഒരു ചക്രം വണ്ടി എന്ന് വെച്ചാൽ വണ്ടിയുടെ രണ്ടും ജോയിന്റ് ചെയ്യുന്നത്, കയ്യിൽ ജോയിന്റ് ചെയ്യുന്ന ഈ ജോയിന്റുകളിലെ ലോകം എല്ലാത്തിനും ഏത് വെച്ചാൽ ഇത് നട്ട് ബോൾട്ട് എന്ന് പറയുന്നില്ലേ, ഇത് എല്ലാത്തിൻ്റെ ഉലകം എന്ന് പറഞ്ഞാൽ ചിത്രയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ജോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ ഉലകം, ഇത് മെയിൽ ക്ലച്ച് ഫീമെയിൽ ക്ലച്ച് എന്ന് പറഞ്ഞ് ഇത് എഞ്ചിനൊക്കെ ചെയ്യുന്നത് എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഭരണം. അപ്പോൾ ഇതിൻ്റെ ലോകമായിരിക്കും എവിടെ. ഇപ്പോൾ ആരോട് കണക്ടിവിറ്റി, ഇവരാരോട് കണക്ട് എല്ലാ കണക്റ്റും അറിയും. ഇപ്പോൾ എനിക്ക് എത്ര കണക്റ്റ് ഉണ്ട് അത് നമ്മുടെ ഇതിൽ നമ്മുടെ ഫോളോവേഴ്സ് നോക്കി നമ്മുടെ ഇതെല്ലാം നോക്കിയാൽ അറിയാം. അത് യഥാർത്ഥമായിട്ട് എല്ലാവരും കാണും. ഇതെല്ലാം ഇവിടെ അടിച്ചാൽ ഇവിടെ കണക്ട് എല്ലാം പറയുന്നത് പോലെ ഈ ലോകം മുഴുവനും കണക്റ്റ് ആവും. എല്ലാ ലോകത്തും എന്തുകൊണ്ട് കണക്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിലെ വാനത്തിലിരിക്കുന്ന അണ്ടങ്ങൾ, ഓരോ അണ്ടമും ഒരു ഭൂമിയിലിരിക്കുന്ന ഒരു നാടുകളാണ്, ഓരോ കൺട്രീസ് എല്ലാം. അപ്പോൾ ഒരു അണ്ടത്തിൽ നിന്ന് ഇന്നൊരണ്ടം പോകാൻ പറ്റത്തില്ല. ചില അണ്ടത്തിന് രണ്ടായിട്ട് മാറും, ചിലത് രണ്ടും ഒന്നിക്കും. ഇതുപോലെ ഉണ്ട് കോണ്ടിനെന്റ്സിന്റെ കാര്യമാണ്. അപ്പം ഇതുപോലെ ഭൂമിയിലുണ്ടാവും. ചില രണ്ട് ഒന്നിക്കുമ്പം രണ്ട് നാടുകൾ ഒന്നിക്കും. അത് സ്പ്ലിറ്റ് ആവുമ്പം രണ്ടെണ്ണം സ്പ്ലിറ്റ് ആവും. എന്നാൽ അങ്ങ് യുദ്ധം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ അവിടെ പോലെ തന്നെ ഇവിടെ ഒരു ജില്ല എന്ന് വെച്ചാൽ, ഒരു കുടുംബം എന്ന് വെച്ചാലും, ഒരു ചെറിയ ഗ്രാമം എന്ന് വെച്ചാലും എല്ലാം ഇതുപോലെ അവിടെ ഉള്ളതുപോലെ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ വരുന്നുണ്ട്, ആകാശത്തിൻ്റെ നിയമങ്ങൾ നീ അറിയുമോ? ഒരു വാക്ക് ബൈബിളിലുണ്ട്, ആകാശത്തിൻ്റെ നിയമങ്ങൾ നീ അറിയുമോ? അത് ഭൂമിയെ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നതെന്ന് അറിയുമോ? ഇങ്ങനെയൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അറിവാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ ഉണ്ടാവും. മറ്റേ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ വരണം, നമ്മൾ അനുഭവം എടുക്കണം, എന്നിട്ട് ലോകം വിട്ട് പോകണം. അതെന്നാണ് ഒരു കോൺഷ്യസാണ്. ഈ കോൺഷ്യസ് അവസാനം എവിടെ പോകുന്നു, അത് പോകുന്നത് എവിടേക്കാണ്? അപ്പോൾ നമ്മുടെ കോൺഷ്യസ് ഭൂമിയിൽ മാത്രമുള്ളൂ. ഭൂമിയിൽ ഒരു വീട് കെട്ടണം, ഒരു സ്ഥലം മേടിക്കണം, ഒരു കാർ വാങ്ങണം, ഇങ്ങനെയൊക്കെ ഒരു കോൺഷ്യസ് നമുക്ക് ഉണ്ടായാൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും.